ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ആക്ച്വലി സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി കേട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഈ എല്ലാ ക്രെഡിറ്റ് കാർഡും ഇപ്പോൾ ഡീവാല്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആക്ച്വലി സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡിന് അത്യാവശ്യം നല്ലൊരു എന്താ വലിയ അപ്ഗ്രേഡ് തന്നെ വന്നേക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, മുമ്പ് നമ്മുടെ ഈ ക്യാഷ് ബാക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് സ്വിഗ്ഗി മണി ആയിട്ടാണ് കിട്ടുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഈ കാർഡ് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ സ്വിഗ്ഗിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. അതായത് ഇതിന്റെ റിവാർഡ് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ അത് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, നോർമൽ തന്നെയാണ്, പഴയ പോലെ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കടക്കാനായിട്ട് മുമ്പേ നിങ്ങൾക്ക് ഈ സ്വിഗ്ഗി കാർഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ. നിങ്ങൾക്ക് ഇവിടെയും കാണാം, jmg.banksupport.in. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പിന്റെ റെഫറലിംഗും സംഭവം എല്ലാ സംഭവം നിങ്ങൾക്ക് അതിൽ കാണാം. ലോൺസും ബാങ്ക് ലോൺസും എല്ലാത്തിനും നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ എലിജിബിലിറ്റി ഉണ്ട് സംഭവങ്ങളൊക്കെ അതിൽ കാണിക്കുകയും ചെയ്യട്ടോ. സിബിൽ സ്കോർ നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നല്ല നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും. എല്ലാ സാധനവും ഒരു സൈഡിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് എല്ലാം പോകേണ്ട ആവശ്യമില്ല. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമ്മുടെ വെബ്സൈറ്റിന് ലിങ്ക് jmg.banksupport.in താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിഗ്ഗി മണി HDFC ക്രെഡിറ്റ് കാർഡും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ റിവാർഡിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് 10% ക്യാഷ് ബാക്ക് ഫോർ സ്വിഗ്ഗി ആൻഡ് ഇൻസ്റ്റാമാർട്ട് സംഭവങ്ങളൊക്കെ, അതുപോലെ തന്നെ 5% അവരുടെ കുറച്ച് പാർട്ട്ണർ വെബ്സൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളിൽ, ബാക്കിയെല്ലാം 1% ആയിരുന്നു. അപ്പോൾ ഇതിന്റെ എന്ന് വെച്ചാൽ ഈ ക്യാഷ് ബാക്ക് എല്ലാം നമുക്ക് നോർമലി സ്വിഗ്ഗി മണി ആയിട്ടാണ് കിട്ടാറ് ഇത്ര കാലം. പക്ഷേ ഇനി ജൂൺ 2021 തൊട്ട് നമുക്ക് ഈ സാധനം ഡയറക്റ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ആവും. നമ്മുടെ എന്താ പറയാ, ഇത്രയും കാലം നമ്മുടെ എന്താ പറയാ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡൊക്കെ പോലെ, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് അഡ്ജസ്റ്റ്. നല്ല പരിപാടിയാണ്, സൂപ്പർ സാധനം തന്നെ പറയാം. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി മുമ്പ് നമ്മുടെ തന്നെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരണം വിചാരിക്കുന്നു. പക്ഷെ കുറെ കാർഡ് ഉള്ളത് കൊണ്ട് ഇത് തപ്പിയെടുത്ത് വരുമ്പോ ഒരു സമയമാവും. എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് കാണിച്ചു തരണ്ടെന്ന് വിചാരിക്കുന്നു. അതാ കിട്ടി. ഇതാണ് നമ്മുടെ സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡ്. അപ്പൊ ഈ സാധനം നമുക്ക് ആനുവൽ ഫീസും ജോയിനിങ് ചാർജും 500 രൂപ പ്ലസ് GST തന്നെയാണ്. HDFC ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ എന്താ പറയാ ഷെയർ ലിമിറ്റ് ആയിട്ട് തന്നെ കിട്ടുക. അപ്പോൾ ഇത് നല്ലൊരു പരിപാടി തന്നെയാണ്. എനിക്കും ആക്ച്വലി ഈ സ്വിഗ്ഗി മണി ആയിട്ട് കിട്ടുന്നത് അത്രയ്ക്ക് പെടുത്തുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോൾ നല്ലൊരു മൂവ്മെന്റ് തന്നെ നടത്തി സ്വിഗ്ഗിയും HDFC ബാങ്കും തമ്മിൽ. അപ്പോൾ സ്വിഗ്ഗി മണി ഇപ്പോൾ അത്യാവശ്യം നല്ല ബെസ്റ്റ് ക്യാഷ് ബാക്ക് എടുക്കാമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഷോപ്പിംഗ് കാറ്റഗറിയിൽ ഇപ്പോൾ ആമസോൺ സംഭവമൊക്കെ അവരുടെ ലിസ്റ്റിലുണ്ട് 5% ക്യാഷ് ബാക്ക്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ SBI ക്യാഷ് ബാക്ക് കാർഡിനായിട്ടും അത്യാവശ്യം നല്ല പരിപാടി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് 999 പ്ലസ് GST ചാർജ് വരുന്നുണ്ട്. ഇതിനാകുമ്പോൾ നമുക്ക് 499 പ്ലസ് GST വരുന്നുള്ളൂ. അപ്പോൾ ഒരു നല്ല പരിപാടി തന്നെയാണ്. അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ടല്ലോ. നല്ല കിഴിലൻ സാധനം, വൺ ഓഫ് ദി ബെസ്റ്റ് എൻട്രി ലെവൽ HDFC ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സാധനം കേട്ടാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് താഴെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനൽ കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമന്റ് പോകുന്നതാണ്. നമ്മുടെ പുതിയ ചാനൽ JH പോലെ കാണാത്തൊരു പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി ന്യൂസ് സംഭവങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആണ്, പേജ് പഠിക്കുക. നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ഓപ്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിൽ എന്താ പറയുക ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. മറക്കണ്ട, ലിങ്ക് എല്ലാ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബൈ.